ഞാനതുകൊണ്ട് ആരെങ്കിലും വന്ന് വിളിച്ചാൽ വീട്ടിൽ തുറക്കുന്നു. എൻ്റെ കിണറിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടി നല്ലപോലെ കാണാവുന്ന കിണറാണ്. പക്ഷെ ഇത് തുടങ്ങിയതിന് ശേഷം അടിവശവും കാണാൻ വയ്യ, ഒന്നും കാണാം. ഇതുണ്ട്, ഇപ്പം നോക്കി അടിവശം കാണാൻ പുല്ല് കിടക്കുന്നുണ്ട്. ഏറ്റവും നല്ല തെളി. ഞാൻ ഒന്ന് വെള്ളം കോരി കളഞ്ഞു. ഈ നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കലങ്ങി കിടക്കുന്നതായിരുന്നു ഈ വെള്ളം. ആ പൊടി നമുക്ക് കാണാൻ പറ്റുമോ? പൊടി ഇല്ല, അതൊരു ബബിള് പോലെ വരും. ആ ബബിള് നമ്മൾ വെള്ളം തൊടുമ്പോൾ അതങ്ങ് വെള്ളത്തിനകത്തോട്ട് അലിഞ്ഞു പോവുക. അല്ല, അത് പതയുന്നുണ്ടോ വെള്ളം? വെള്ളം ബബിള് പോലെ കണ്ടിനകത്ത് മുഴുവൻ കിടക്കുക അല്ലേ? അപ്പൊ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയ കൊച്ചാൻ പറഞ്ഞു, ആന്റി ഇത് മാക്കറിയുടെ ഒന്നും വാങ്ങുന്നു. മാക്കറിയുടെ ഒന്നും ഇങ്ങനെയല്ല കിടക്കുന്നത്. ഈ പൊടി പോലെ ഈ തരിയാണ് ഇങ്ങനത്തെ? ഇതുപോലെ കിടക്കുന്നത്. ആ തരി അല്ലേ? അത് ഒത്തിരി ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ടല്ലേ? അപ്പൊ അവിടെ നിന്ന് പറന്നു വരാം, അന്തരീക്ഷത്തിൽ നിന്ന് പറന്നു വരുന്നതായിരിക്കും. രാത്രി നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ നോക്കി കഴിഞ്ഞാൽ മഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത്. അതെ. ഇതിന്റെ ആണോ എന്തോന്നൊന്നും നമുക്ക് അറിയാൻ വയ്യായിരുന്നു. ഈ മീനത്തെ കൊച്ചൻ പോയി അവിടുന്ന് ആ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളിത് അറിയുന്ന. അവിടെ ആളുണ്ടോ? നമ്മുടെ കിണറ്റി വെള്ളം എങ്ങനെയുണ്ടോ? അത് ശ്രദ്ധിച്ചില്ലായിരിക്കും അല്ലേ? അല്ല, നമുക്കിത് എങ്ങനെയാണ് അതിന്റെ സൂചന തോന്നിയത്? ഇങ്ങനെയുള്ള കൊതുക് ശല്യം കാരണം ഒരു ദിവസം എത്ര നാളായിരുന്നു എനിക്കറിയത്തില്ല, ഉറങ്ങാതെ പട്ടി പിടിച്ചു കിടക്കും. ഞാൻ കിടക്കുന്നതന്നെ ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ രാവിലെ എണീക്കേണ്ടോണ്ട് നിങ്ങൾക്ക് കിടക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്കെല്ലാം എണീറ്റ് നോക്കുമ്പോ ഈ പിള്ളേരുടെ കൊച്ചു കൊതു ഇങ്ങനെ പൊതിഞ്ഞിരിക്കുക. എന്നിട്ട് പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതേപ്പാലം മൃഗാശുപത്രിയുടെ മുൻവശത്താണ്. ഇവിടെ NSSന്റെ ഒരു കരയോഗ കെട്ടിടമുണ്ട്. ഇതൊരു ഓഡിറ്റോറിയമാണ്. അതുകൂടാതെ ഇവിടെ കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ കെട്ടിടം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ, പകല് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇതിനുള്ളിലൊരു സംഭവം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ ഇതുമൂലം ഒരുപാട് നാട്ടുകാർക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. അവരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നും ചെല്ലാം. ഇത് കൈതേപ്പാലം മൃഗാശുപത്രിയുടെ മുൻവശമാണ്. ഇവിടുന്ന് വലത്തോട്ടൊരു ചെറിയ റോഡുണ്ട്. ആ റോഡിന് സമീപത്തായിട്ട് NSSന്റെ ഒരു കെട്ടിടമാണ്. ഇതൊരു ഓഡിറ്റോറിയം കൂടെയാണ്. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 11ാം വാർഡാണ്. അപ്പോൾ ഇവിടെ ഈ കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതായിട്ട്, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. പകരങ്ങ് ഇവിടെ ആൾക്കാരും ഒന്നുമില്ല. കണ്ടോ, നമുക്ക് കാണാം, വളരെ ശാന്തമായിട്ട് ഉള്ള സ്ഥലമാണ്. ആൾക്കാരും ഇവിടെ ഇല്ല. ഞാനും കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അമ്പലത്തിലെ ഉത്സവത്തിന് വന്ന് വീഡിയോ എടുത്തതാണ്. പക്ഷേ അന്നേരം ഇവിടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് നടക്കുന്നതായിട്ടൊന്നും എനിക്കും അറിവില്ലായിരുന്നു. ഇവിടെ ആരും പറഞ്ഞു കേട്ട അറിവില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കുവൈറ്റിൽ നിന്ന് ഷെറി ഫിലിപ്പ് എന്നുള്ള ഒരാൾ എന്നെ വിളിച്ച്, ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ കൈതപ്പാലത്ത് താമസിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ആ കൂടാതെ നമ്മുടെ പുതുപ്പള്ളിയിലെ വാർഡ് മെമ്പറായ ജിനു കെ പോൾ എന്നെ വിളിച്ച്, ഇതുപോലെ കൈതപ്പാലത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പം വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുമ്പോൾ ഇവിടെ മെമ്പർമാരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് നടക്കുന്ന സംഭവം ഇതൊന്ന് കാണാം. ഇത് ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്താണ് ഇത് നടക്കുന്നത്. കണ്ടോ, നമുക്ക് ഇങ്ങോട്ട് വരുമ്പം കാണാം. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുന്ന പോലെ തന്നെ പുതുപ്പള്ളിയിലല്ല, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഒരു ഗോഡൗൺ ആക്കി ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് നിറച്ച് പ്ലാസ്റ്റിക് മാലിന്യമാണ്. അപ്പം ഇത് ഇവിടെ വെച്ച് ഇവിടെ ഒരു മെഷീനുണ്ട്. ഈ മെഷീൻ മൂലം ഇത് പൊടിച്ചിട്ട് ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റു ആവശ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ അന്യസംസ്ഥാന ജോലിക്കാരാണ്. ഇവിടെ 4 കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണാം ഇതിൻ്റെ അകത്ത് നിറച്ചത് ഇവിടെ ഇത് വേർതിരിക്കുന്നതൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് കുപ്പി അടക്കമുള്ളത്, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ പൊടിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ആ പൊടിക്കുന്ന മെഷീൻ ഇതാണ്. അപ്പോൾ ഇവിടുന്ന് നിമിഷ നേരം കൊണ്ട് ഇത് പൊടിച്ച്, ഇത് പകല് ഇവിടെ ഇതിൻ്റെ തരംതിരിക്കലേ മാത്രമേ ഉള്ളൂ. രാത്രിയിലാണ് ഇതിവിടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇത് പഞ്ചായത്തിൽ ഇവർ പരാതി കൊടുത്തിട്ട് നമ്മുടെ വാർഡ് മെമ്പർ വരുന്നുണ്ട്, സിജി മാത്യു.
ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ് ഈ പണി നിർത്തി വെച്ചേക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പണി നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഈ നാട്ടുകാർ പറയുന്നത് ഇവിടെ രാത്രിയിൽ ഇവിടെ ഒച്ചയൊക്കെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങളിവിടെ വന്ന് കയറിയപ്പോഴത്തേനും ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ പണി നടക്കുന്നുണ്ട്. കാരണം ഇവരോട് പണി നിർത്തി വെക്കാൻ പറഞ്ഞിട്ട് ഇവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്നതും വീഡിയോ എടുക്കുന്നതൊന്നും പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കാരത്തി അതുകൊണ്ടൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്ന്. അപ്പം മെമ്പർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കയറി കണ്ടതാണ്. അപ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് നിറച്ച് സാധനം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് 2 ദിവസം കൊണ്ട് പരാതിയൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പകുതി സാധനം മാറ്റുകയോ അല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്ത് ഈ സാധനം മുഴുവൻ ഇവർ കുറച്ചതാണെന്ന് തോന്നുന്നു. മെമ്പർ പറഞ്ഞ് അവരോട് പണി നിർത്തി വെക്കാം. പക്ഷേ അവർക്ക് മലയാളമൊന്നും അറിയത്തില്ല. അവരവിടെ അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളും കൂടെ കാണാം. ഇതിൻ്റെ അത് മുഴുവൻ ഇതുപോലെ തന്നെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങേ അറ്റത്തൊരു സ്ത്രീയും കൂടെ ഉണ്ട്. അങ്ങേ അറ്റത്ത് അവരവിടെ ഇരുന്ന് തരംതിരിക്കുന്നുണ്ട്. അപ്പം മെമ്പർ എന്നോട് പറയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സാധനം മാറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് നിറച്ചുണ്ടായിരുന്നു. മെമ്പർ ഫോട്ടോ എടുത്തതാണ്. അപ്പം അത് ഫോണിലുണ്ട്. നമുക്ക് ഫോണിൻ്റെ അകത്ത് കാണുമ്പോൾ ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോഴത്തേന് അറിയാം ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പ് വരെ അതുപോലെ സാധനം ഉണ്ടായിരുന്നു. മുകളിൽ ഷീറ്റേ മുട്ടത്തൊക്കെ വിധം സാധനം ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ ഒന്നെങ്കിൽ ഇതിൻ്റെ വർക്ക് ചെയ്ത് ഇവർ 2 ദിവസം കൊണ്ട് രാത്രി വർക്ക് ചെയ്തുകൊണ്ട് ഇതിന് സാധനം കുറച്ചതായിരിക്കും. ഇത് നിമിഷ നേരം മതി ഇതെല്ലാം പൊടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊരു ഓഡിറ്റോറിയമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊന്നും ഒരു നിർമ്മാണ പ്രോസസ്സിംഗ് യൂണിറ്റിനൊന്നും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല. അതിനുള്ള ലൈസൻസ് ഇല്ല. ഈ ഒരു ഇതിപ്പം പൊടിക്കുന്ന പ്രോസസ്സിംഗ് യൂണിറ്റിന് പോലും ലൈസൻസ് ഇല്ലെന്നാണ് എൻ്റെ അറിവിൽ. പിന്നെ ഇതിനോട് ചേർന്ന് 4 കുടുംബങ്ങൾ താമസിക്കുന്നു. അതിനും യാതൊരു കാരണവശാലും അതിനും പെർമിഷൻ ഇല്ല. കാരണം അതും കൊടുക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെ താമസത്തിന്. ഇത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ള ലൈസൻസാണ് വന്നിരിക്കുന്നത്. അതുതന്നെയല്ല അവർ ഗ്യാസിലാണ് അവിടെ പാചകം ചെയ്യുന്നത്. ഇതുപോലെ പ്ലാസ്റ്റിക് ഇവിടെയൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ചെറിയ തീപ്പൊരി മതി അപകടം ഉണ്ടാകാൻ വേണ്ടി. കാരണം ഇവിടുന്ന് ഈ പൊടിക്കുന്നതിൻ്റെ തരികൾ ഇവിടുന്ന് ഒരു 100-150 മീറ്റർ അകലെയുള്ള കിണറ്റിലിൻ്റെ തരി ചെല്ലുന്നുണ്ട്. അപ്പം ഒന്ന് ഓർത്ത് നോക്കിയത് എന്തുമാത്രം അന്തരീക്ഷത്തിൽ ഇത് വ്യാപിക്കുന്നുണ്ടെന്ന്. ഇവിടെ ഇപ്പം ഡാൻസിന് കുട്ടികൾ വരുന്നുണ്ട്. അവരിതൊന്നും അറിയുന്നില്ല. അവർ പ്രാക്ടീസ് ചെയ്ത് പോകുന്നുള്ളൂ. ഇങ്ങനെ ഒരു യൂണിറ്റ് നടക്കുന്ന പോലും ഞാൻ തന്നെ ഇന്നാണ് ഇത് കാണുന്നത്. ഇപ്പം മെമ്പറോട് ഇവിടെ അടുത്തുള്ള വീട്ടുകാരെല്ലാം പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലാണ്, ചുമയാണ്. അവിടെ എനിക്കിന്ന് രാവിലെ കോൾ വന്ന ഷെറി ഫിലിപ്പ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ജെസി ഫിലിപ്പോസ്. അവരാണ് ഇപ്പം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. അവരുടെ കിണറ്റിലാണ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തവൻ കണ്ടത്. അവരുടെ കിണറ്റിലോട്ടാണ് ഈ കൂടുതൽ ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ തരിയുടെയൊക്കെ ഫോട്ടോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അത്രയും ദൂരം വരെ ഇത് ചെന്നിട്ടുണ്ട്. അപ്പം നാളെ പഞ്ചായത്തിൽ കമ്മിറ്റി നടക്കുകയാണ്. അപ്പം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇവർ ശക്തമായിട്ട് മെമ്പർമാർ ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വാർഡ് മെമ്പർ സിജി മാത്യു, അതുപോലെ വാർഡ് മെമ്പർ ജിനു കെ പോളെ, അതുപോലെ വാർഡ് മെമ്പർ ഗീതമ്മ കാണക്കാലിലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടും ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. നമ്മുടെ ഇവിടെ ഇതിൻ്റെ അകത്താണ് അവർ 4 കുടുംബങ്ങൾ താമസിക്കുന്നത്. ഒരു ഷീറ്റും കൊണ്ട് മറച്ചുണ്ട്. ഇവിടെ എല്ലാം ഗ്യാസിലാണ് ഉപയോഗിക്കുന്നത്. എല്ലാം പാചകം ചെയ്യുന്നതെല്ലാം ഗ്യാസിലാണ്. അതുപോലെ ഇവിടുത്തെ മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു മെമ്പർ പറഞ്ഞു. കാരണം അതുപോലെ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ പരാതി വന്നുകൊണ്ടാണ് അവരത് ഇവിടുന്ന് വെട്ടിവിട്ടിട്ടത് അവിടെ ഇത് മാറ്റിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്. ധാരാളം പ്ലാസ്റ്റിക് അവിടെ കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. അപ്പോൾ ഇതിനൊന്നും ഒരു കാരണവശാലും പഞ്ചായത്തുണ്ട്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കത്തിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് കത്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു കാരണവശാലും പഞ്ചായത്തിന് അനുമതി കൊടുക്കാൻ പറ്റുകയില്ലാത്ത സംഭവത്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. നമ്മളിത് ഇപ്പം ഇതിലെ വരുന്നവരാരും ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് ഇപ്പോൾ അവിടെ റോഡിൽ നിൽക്കുന്നവർക്കൊന്നും ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടൊന്നും ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇവർ ഇവർ തൊട്ട് സമീപവാസികളൊക്കെയാണ്. ഇതുണ്ട്, നമുക്ക് അവരോടെല്ലാം ചോദിച്ചറിയാം. നമ്മുടെ അതിനകത്ത് വേണ്ട പൊടിയുണ്ട്. പൊടി കാണിച്ചു. അത് ആ പൊടി നെറ്റിന്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നത്
താഴോട്ട് പോകുന്നുണ്ട്. കിണറ്റിൽ ഇപ്പം കറുപ്പ് നിറം ഈ ബബിള് പോലെ കിണറ്റിനകത്ത് കാണുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കിണറ് തേക്കി കളഞ്ഞു, ഇതിന്റെ വെള്ളം എല്ലാം കോരിച്ച് കളഞ്ഞു ഈ മഴ പെയ്ത് കഴിഞ്ഞു. ഇപ്പം വീണ്ടും അതുപോലെ തന്നെ വരുക. വീണ്ടും വരുന്നുണ്ട് അതുപോലെ ബബിള് പോലെ. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ഇങ്ങനെ? 4 മാസമുണ്ട് ഇവര് തുടങ്ങിയതിന് ശേഷം. ആണല്ലേ? ഇവരിപ്പോ എന്തിന്റെയാന്ന് അങ്ങനെ വല്ല വ്യക്തമായിട്ട് അറിയോ? അപ്പൊ ഞങ്ങള് തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യത്തില്ല. ഈ ഉള്ളത്തെ ജോബ് എന്ന് ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങളിത് അറിയുന്നത്. ഇത്രയും വലിയ സംഭവം കൊതുകെന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിൽക്കാൻ വയ്യാത്തത്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് എന്താ അങ്ങനെ മനസ്സിലായ കാര്യങ്ങള്? മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ് മെമ്പർ ഇങ്ങനെ സിജി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സമീപവാസികൾ അറിയിച്ചനുസരിച്ച് ഇവിടെ വന്ന് നോക്കി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അപ്പോ നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർമാരായ ഞങ്ങൾ ആരും ഈ വിവരം അറിയട്ടില്ല. ശരിക്കും ഇത്ര ഒരു വലിയ പ്രസ്ഥാനം വരുമ്പോ അത് പഞ്ചായത്ത് കമ്മിറ്റി അനുമതി ഉറപ്പായിട്ട് വേണ്ടതല്ലേ? അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ സമീപവാസികൾക്ക് അതുപോലെ ബുദ്ധിമുട്ട്. ഇതിന്റെ ഈ പൊടി ഇത് പൊടിക്കുന്ന മൂലം ഉണ്ടാകുന്ന ഈ പൊടി പടർന്ന സമീപത്തെല്ലാം പ്രശ്നം. പിന്നെ അതുപോലെ ഈ ഭായിമാരെ താമസിക്കുന്ന അവിടെ മുഴുവൻ ഈ മലിനമായിട്ട് കിടന്ന് കൊതുക് അതുപോലെ പ്രശ്നങ്ങളായി. അപ്പൊ ഇവര് പരാതി പറഞ്ഞതനുസരിച്ച് മെമ്പർ വന്ന് നോക്കിയപ്പോഴാണ് നമ്മളെ അറിയിച്ചത്. അതെ. അപ്പൊ ഇതെന്താ എന്നാന്നുള്ള അറിയാൻ പറ്റില്ല. സെക്രട്ടറിയോട് ചോദിച്ചു. ഇപ്പൊ നാളെ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, നാളെ വിശദമായിട്ട് നമ്മൾ ചോദിക്കാന്ന് കരുതിയിരിക്കുക. ഞാൻ 1 മാസം മുമ്പ് ഇതുപോലെ നമ്മുടെ ഈ വിജു ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ അറിയിച്ചു. അനിസാർ വന്ന് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ഇപ്പൊ ഈ 2 ദിവസം മുമ്പാണ് ഇതുപോലെ മാലിന്യമായിട്ട് ഇവിടെ കിടക്കുന്നു പറഞ്ഞ് നരിമറ്റത്തിൽ നിന്ന് അവിടുത്തെ അച്ചപ്പഞ്ചായന് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഉണ്ട്, ഹെൽത്തിൽ അറിയിച്ചു. ഞങ്ങൾ ഹെൽത്തുകാരുമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് നിന്നുകൊണ്ട് തന്നെ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു. സെക്രട്ടറി ASും വന്നു. അങ്ങനെ വന്ന് കണ്ട് അപ്പം കമ്മിറ്റിക്കകത്ത് വെക്കാം, കമ്മിറ്റി കഴിയുമ്പോഴത്തേക്കിന് അതിനുള്ള നടപടി എടുക്കാമെന്നാണ്. നിർത്തി വെക്കാൻ പറഞ്ഞു. പക്ഷെ ഇവര് പറഞ്ഞു ഇന്നലെ ഇതിന്റെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. നമുക്ക് ജനങ്ങൾക്ക് ഒരിക്കലും, ഇവർക്കെല്ലാ അസുഖങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ 2-3 കുഞ്ഞുങ്ങളുണ്ട് ഇതിന്റെ മുകളിൽ. ഇവര് 2 പേരും വിധവകളാണ്. 2 പേര് അവരൊറ്റയ്ക്ക് താമസിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് 2 പേർക്കും ഇവർക്കെല്ലാം വളരെ വളരെ ബുദ്ധിമുട്ടുകൾ. നമ്മുടെ കിണറ്റിൽ ഇങ്ങനത്തെ പ്രശ്നം വല്ലതുണ്ട്? കിണറ്റില്ല, നമുക്കാണെങ്കിൽ ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ട്. ഡസ്റ്റ് അലർജി അതിനകത്ത് 100% ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പൊ ഇവിടെ അവരോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞു 0% പൊല്യൂഷൻ ആണെന്ന് പറഞ്ഞത്. ഇവര് 0% പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് അലർജി ഉണ്ട്, നന്നായിട്ട് ഡസ്റ്റ് അലർജി ഉണ്ട്. ബ്രീത്തിങ്ങിന് നമുക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതെന്താന്ന് വെച്ചാല് അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് ക്ലിയർ ചെയ്തിട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കണം. അത് പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അവിടെ. ഞങ്ങൾ 2 വീട് അടുത്തടുത്ത്. അല്ല, കിണറ്റിൽ ഇതുപോലെ വീഴുന്നുണ്ടോ? അതോ തോന്നുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും അല്ലേ? സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടിന് ആവശ്യമാണ്. പക്ഷെ അത് ജനവാസ മേഖല ഒഴിവാക്കി സ്ഥലമുള്ളിടത്തൊക്കെ ഇതുപോലെ പടർന്ന് സമീപവാസികൾക്കെല്ലാം ബുദ്ധിമുട്ടാകില്ല. കുടിവെള്ളം മലിനമാവെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ മാലിന്യം ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ ഇപ്പം പുതുപ്പള്ളി പഞ്ചായത്തിലല്ല, മറ്റ് സമീപ പഞ്ചായത്തുകളിൽ നിന്നും ലോഡ് കണക്കിന് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയാ വരുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ജനവാസ മേഖല ഒഴിവാക്കി അതിനുള്ള സ്ഥലം കണ്ടെത്തി ഈ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് ചെയ്യേണ്ട കാര്യം. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ പോലും അറിയത്തില്ല. കൊണ്ടുപോകും. അതെ. ഇതൊക്കെ കണ്ടോണ്ടല്ലേ ലൈസൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചുമ്മാതെ ലൈസൻസ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഒത്തിരി ചട്ടങ്ങളില്ലേ? ഫയറിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാ, ഗുരുതരമായ തെറ്റാ. അതൊക്കെ വളരെ തെറ്റല്ലേ?
ഇതുപോലെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിന് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇത് അനുവദിച്ചു കൊടുത്തതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. അപ്പോൾ നാളെ ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് മെമ്പർമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം പൊതുജനങ്ങൾക്ക് ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അനുവദിക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, ഇതൊരു ഓഡിറ്റോറിയം അല്ല, ഓഡിറ്റോറിയത്തിൻ്റെ ലൈസൻസിൻ്റെ അകത്താണ് ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് നടക്കുന്നത്. അത് തന്നെ നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ തൊട്ട് സമീപത്ത് ഉള്ള മരങ്ങളിലും ഇതിൻ്റെ ഇലകളിലുമൊക്കെ ഇതിൻ്റെ തരികൾ വന്ന് പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതേലും ഉണ്ടല്ലേ, പൊടിയുണ്ട്. മഞ്ഞന്റെ അടിച്ച് രാത്രി അടിക്കുമ്പോഴത്തേന് ആ പൊടിയൊക്കെ ഇടിക്കുന്നതാണ്. കണ്ടൊരു മോന് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. അതെ അതെ. Yeah.